ക്രിസ്മസിന്റെ തലേന്ന് രാത്രിയിൽ ഒരു സീരിയൽ നടൻ മദ്യപിച്ച് ലക്ക് കെട്ട് നാട്ടുകാരനെ മെക്കെട്ടും കയറി ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചിട്ട വാർത്ത നമ്മൾ കണ്ടതാണ്. ആ നടന്റെ പേര് സിദ്ധാർത്ഥ് പ്രഭു എന്നാണ്. സിദ്ധാർത്ഥിനെ പലർക്കും അറിയാം. ഉപ്പും മുളകും എന്ന പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അതിന് മുമ്പേ തന്നെ തട്ടിമുട്ടിയും എന്ന പരിപാടിയിലൂടെയും സിദ്ധാർത്ഥ് മലയാളി പ്രേക്ഷകർക്കിടയിൽ സുപരിചിതനാണ്. പക്ഷേ ഈ സിദ്ധാർത്ഥിനെ, ഈ ഒരു ആക്ടിനെ ന്യായീകരിക്കുന്ന നടൻ ജിഷിൻ മോഹനെ ഉൾപ്പെടെയുള്ള പല താരങ്ങളെയും നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ കേസ് മാറി നിൽക്കുകയാണ്. അതായത് വേറൊരു വഴിത്തിരിവിലേക്ക് മാറുകയാണ്. അതായത് സിദ്ധാർത്ഥ് പ്രഭു ഇടിച്ചിട്ട ലോട്ടറി വിൽപ്പനക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു നരഹത്യാ കുറ്റത്തിന് കേസെടുക്കും. അപ്പോൾ ഈ ന്യായീകരിക്കാൻ വന്നവരൊക്കെ മാളത്തിൽ കയറി ഒളിക്കുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും സിദ്ധാർത്ഥിനെതിരെ ഇപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകും. കേസിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അന്ന് ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി മദ്യപിച്ച് ലക്ക് കെട്ട സിദ്ധാർത്ഥ് നാട്ടുകാരുടെ മെക്കിട്ട് കയറുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് പോലും മാറുന്ന കാഴ്ചയിലേക്ക് ഉണ്ടായി. ഒരു സീരിയൽ താരം നടു റോഡിൽ ഇഴയുന്നതും ബോധമില്ലാതെ ലക്ക് കെട്ട് നീങ്ങുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ ഒരു കാഴ്ച മലയാളികൾ പെട്ടെന്ന് അങ്ങോട്ട് മറക്കില്ല. കാരണം പലരും ഞെട്ടലോടെയാണ് അത് കണ്ടത്. പ്രത്യേകിച്ച് ഈ സിദ്ധാർത്ഥിനെ പോലൊരാൾ അങ്ങനെ ഈ ലക്ക് കെട്ട് നടക്കുന്നതായിട്ടും ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് മലയാളികൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം വളരെയധികം ഫേമസ് ആയ ഒരു കുട്ടിത്തം നിറഞ്ഞൊരു മുഖം, പ്രത്യേകിച്ച് ഈ ചെറുപ്പം തൊട്ട് തന്നെ സിദ്ധാർത്ഥിൻ്റെ ഈ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ തന്നെയാണ് സിദ്ധാർത്ഥ് ഈ അഭിനയവുമായിട്ട് എത്തുന്നത്. അപ്പോൾ തൊട്ട് തന്നെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടവുമാണ്, കണക്റ്റും ചെയ്യുന്നൊരു വ്യക്തിയാണ് സിദ്ധാർത്ഥ് പ്രഭു. പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു ആക്ട് കണ്ടപ്പോൾ മലയാളികൾക്ക് പലർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നത് വേണം തന്നെ പറയാൻ. അന്ന് തങ്കരാജിനെ ഇടിച്ചിട്ടതിന് ശേഷം സിദ്ധാർത്ഥിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു, വാഹനം കസ്റ്റഡിയിലെടുത്തിരുന്നു. മദ്യപിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ പേരിൽ സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ തന്നെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. വാഹനവും കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല. കാരണം തങ്കരാജ് മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി നരഹത്യയിലേക്ക് കേസ് ചുമത്തപ്പെടും, കൂടുതൽ കേസ് ചുമത്തപ്പെടും. സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്യും. സിദ്ധാർത്ഥിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഉറപ്പായിട്ടും സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറും. അല്ലാതെ വേറെ വഴിയില്ല. ഇതൊരു ഹിറ്റ് ആൻഡ് റൺ കേസായിട്ട് മാത്രമായിട്ട് പോവുകയോ ഒന്നുമല്ല. ഇതൊരു നരഹത്യയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ നരഹത്യ എടുക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് സിദ്ധാർത്ഥ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മദ്യപിച്ചും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് അപ്പോൾ തന്നെ പ്രൂവ് ചെയ്തതാണ്. അയാൾ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അയാൾ മദ്യപിച്ചതായിട്ട് പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തത് അന്ന് ഈ സിദ്ധാർത്ഥിനെ ന്യായീകരിച്ചെത്തിയ ആളുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ സുഹൃത്തുക്കളായിരിക്കാം. പക്ഷേ ഇതുപോലൊരു കേസിൽ ന്യായീകരിച്ചെത്തുമ്പോഴാണ് ഇതിന് പല പല ചോദ്യങ്ങളും വരുന്നത്. ഒരാളെ ഇടിച്ചിട്ട് ഒരാളെ കൊന്നു, അതാണ് സാഹചര്യം. ഒരാളെ കൊന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്. തങ്കരാജ് മരണപ്പെട്ടിരിക്കുന്നു. തങ്കരാജിൻ്റെ ബന്ധുക്കൾ ഇന്നാണ് എത്തുന്നത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി കഴിയുന്നൊരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. അയാളുടെ ബന്ധുക്കൾ, അയാളുടെ മകൻ ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്, തമിഴ്നാട്ടിലാണ്. അവിടെ നിന്ന് ഇന്നാണ് കുടുംബവും എത്തുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴേക്കും സിദ്ധാർത്ഥിനെ ന്യായീകരിക്കാൻ എത്തുന്നവർ ഇനിയും ന്യായീകരിക്കാൻ എത്തുമോ എന്നൊരു വളരെ നിർണായകമായ ഒരു ചോദ്യവും കൂടിയുണ്ട്. ആ ചോദ്യത്തിനും കൂടി ഒരു മറുപടി കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരം. പ്രത്യേകിച്ച് ഈ സീരിയൽ താരങ്ങളോ സിനിമാ താരങ്ങളോ ആരെങ്കിലും ആവട്ടെ, അവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സാണ്. എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത്? ദേ ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ. അവരിലൂടെ, അവരുടെ ചെയ്തികളിലൂടെ, അവരുടെ ആക്ടിലൂടെ സമൂഹത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ ഇവരെ ടാഗ് ലൈനിൽ ചെയ്ത് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസിങ് ആണ് ഡിസംബർ 24 രാത്രി സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതും ഒരു ബോധവുമില്ല എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷേ ഒരു തരത്തിലും ബോധമില്ല. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്, ഞാനൊരാളെ ഇടിച്ചിട്ടോ എന്ന് പോലും റിയലൈസ് ചെയ്യാനുള്ളൊരു ബോധം പോലും സിദ്ധാർത്ഥ് പ്രഭുവിന് ഉണ്ടായിരുന്നില്ല എന്നത് വേണം തന്നെ എന്ന് മനസ്സിലാക്കാൻ. കാരണം റോഡിൽ കിടന്ന് ഇഴയുകയാണ്. മദ്യപിക്കുന്നതിൻ്റെ പല സ്റ്റേജുകളിൽ നമ്മൾ കാണാറുണ്ടല്ലോ. സാധാരണയായി മദ്യപിക്കാറുണ്ട്, മദ്യപിച്ച് ബോധം കെടുത്താൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മദ്യപിച്ച് ബോധം കെടുന്നതിനേക്കാൾ ഉപരി നാട്ടുകാരുടെ മെക്കിട്ട് കയറുക, റോഡിൽ കിടന്ന് എഴുതുക, ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവാതിരിക്കുക എന്നൊക്കെ കാണുന്നൊരു കാഴ്ച, അതും ഒരു സീരിയൽ നടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഒട്ടാകത്തിന് ഇറപ്റ്റ് ആവുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ ഇറപ്ഷന് മുകളിലാണ് ഇയാളെ ന്യായീകരിച്ചുകൊണ്ടും എത്തുന്ന രീതിയിലേക്കും ചില താരങ്ങൾ രംഗത്തെത്തിയത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ കേസ് ആരംഭിക്കുന്നത്. ഡിസംബർ 24 രാത്രി ഇപ്പോൾ തങ്കരാജ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും കൂടി കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് വരുന്നത്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്യുകയും ഇനി എത്ര നാൾ അകത്താകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ധാരണകൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ നരഹത്യ കേസ് ചുമത്തിക്കൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.